അപ്പോൾ നമ്മൾ ഈ തെർമലി ഇൻസുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാധാരണ ആൾക്ക് മനസ്സിലാവില്ല അഗെയിൻ. കറക്റ്റ്. അതായത് ഇപ്പോഴും ഇതെന്താണ് ഈ തെർമൽ ഇൻസുലേഷൻ, അല്ലെങ്കിൽ ഇവർ ഈ ബ്രിക്സ് ഇല്ലാതെ എങ്ങനെ ഈ വാൾ ഉണ്ടാക്കിയെന്നായിരിക്കും ഇത് കാണുന്ന ഓരോ ആൾക്കാർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ സാധാരണ ഒരു ബ്രിക്സ് കൊണ്ടാണ് നമ്മൾ സ്ലാബ് കൊടുക്കുന്നത്, വാൾസ് കൊടുക്കുന്നത്. അതിന് പകരം എന്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്? ഇൻസുലേഷൻ്റെ ഈ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമ്പിൾ കണ്ടാൽ മതി. ഇപ്പം നമ്മുടെ ഒരു 1700 സ്ക്വയർ ഫുട്ട് 3 bedroom അപ്പാർട്ട്മെന്റ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഉണ്ട്. ആ 1700 സ്ക്വയർ ഫുട്ട് 3 bedroom അപ്പാർട്ട്മെന്റിൽ നമ്മൾ വെറും ഒരു 2 ton AC കൊണ്ടാണ് തണുപ്പിക്കുന്നത്. മൊത്തം അപ്പാർട്ട്മെന്റ്, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ ആൻഡ് 3 bedrooms അപ്പാർട്ട്മെന്റ് മൊത്തം സെൻട്രലി എയർ കണ്ടീഷൻ, ഡക്റ്റഡ് എയർ കണ്ടീഷനിങ് വഴി വെറും 2 ton AC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ 24 മണിക്കൂർ നമ്മൾ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇത് ഓടിക്കുവാണെങ്കിൽ നമ്മുടെ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല് 2500 താഴെ വരുന്നത്. സോ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ RCC ആണ്, റീഇൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് ആണ്. പക്ഷേ നമ്മുടെ സ്ലാബ്സിലുള്ള നമ്മൾ സാൻഡ്വിച്ച് ആയിട്ട് for example it's a 12 inch 1 foot slab, out of that 8 inches is styrofoam or thermocol. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള വ്ളോഗ്സിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്, പല ഇൻഫർമേഷൻ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല, അങ്ങനത്തെ ഒരു കാര്യമായിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വീടാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് വീട്, ഒരു സാധാരണ വീട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ വീട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വീട് പണിയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഒന്നില്ലെങ്കിൽ ഇഷ്ടിക ഉപയോഗിക്കും, അല്ലെങ്കിൽ സോളിഡ് ബ്രിക്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് ഉപയോഗിക്കും, അല്ലേ? ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പല രീതിയിൽ വീടുകൾ വെക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ ഒരു ടെക്നോളജിയുടെ പുറകിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു IT കമ്പനിയാണ്. ക്ലേസിസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ IT ഫേമാണ് ഇങ്ങനെ ഒരു പുതിയ ടെക്നോളജി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ വിനോദ് തരകനാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ വിനോദ് സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സാർ എൻ്റെ അടുത്ത് ഈ ഒരു ടെക്നോളജിയൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കാരണം ഞാനൊരു 14 ഇയേഴ്സിന് മുകളിലായി റിയൽ എസ്റ്റേറ്റിൽ. പക്ഷേ ഇന്നേ വരെ ഇങ്ങനെ കല്ലൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ബ്രിക്സ് ഒന്നും ഇല്ലാതെ വീട് പണിയുന്ന കാര്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ ഓരോ കാര്യത്തിലും ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഈ വ്ളോഗിൽ കാണിക്കുന്നത് ഇവരുടെ വീടാണ്, പക്ഷേ ഇവരുടെ ഒരു 15 നില അപ്പാർട്ട്മെൻറ്റ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതേ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇവരുടെ ഓഫീസിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം എന്താ ഈ ടെക്നോളജി എന്ന്. അപ്പം ഞാൻ നമ്മുടെ വിനോദ് സാറിനെ നമ്മുടെ ഈ ഒരു വ്ളോഗിലേക്ക് ആദ്യമായിട്ട് വെൽക്കം ചെയ്യാണ്. ഹായ് സർ. താങ്ക് യു നിമ്മി, താങ്ക്സ് ഫോർ ഹാവിങ് മീ. അപ്പോൾ ഉണ്ടല്ലോ സാറേ, സാറിനെ പോലെ ഒരാൾ ശരിക്കും പറഞ്ഞ് നമ്മുടെ കൂടെ ഒരു വ്ളോഗിൽ വരാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് നമ്മളൊരു 14-15 ഇയേഴ്സായി ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ ആദ്യം ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും വിചാരിച്ചു ഇങ്ങനെയൊക്കെ വീട് പണിയാൻ പറ്റുമോ? വീട് മാത്രമല്ല കേട്ടോ, 15 നിലയുടെ അപ്പാർട്ട്മെൻറ്റ് വരെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പറ്റും എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. പക്ഷെ അവിടെ വന്നു, സാറിനെ കണ്ടു, സാർ ആ ടെക്നോളജി കാണിച്ചു തന്നു. അപ്പം നമ്മൾ ഫുള്ളി കൺവിൻസ്ഡ് ആണ്. പക്ഷേ നമ്മുടെ കാണുന്നവർക്കും കൂടി ഇത് മനസ്സിലാവണമല്ലോ ഇത് എങ്ങനെയാണ് ഇവരിതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു IT ഫീൽഡാണ് അല്ലേ? അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നോളജി സാറ് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് സാറ് കൊണ്ടുവന്നത്? So, I mean that's a good question. എൻ്റെ മലയാളം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഞാൻ പഠിച്ചത് ഗോവയിലാണ്. സോ ഐ സ്വിച്ച് ബിറ്റ്വീൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. പക്ഷേ നമ്മൾ ഈ IT കമ്പനി തുടങ്ങുന്നത് 2005 അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അപ്പോൾ അങ്ങനെ വെളിയിൽ IT കൺസൾട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് സ്വന്തം കമ്പനി തുടങ്ങുന്നത് 2005. അപ്പോൾ ഈ ക്ലേസിസ് ടെക്നോളജീസ് ഈ കമ്പനി നമ്മൾ നടത്തി പോകുമ്പോൾ വി ആർ എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കമ്പനി. അപ്പോൾ ഈ മെയിൻ ആവശ്യം നമുക്ക് നമ്മുടെ കീ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യണം.
പക്ഷെ നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്ക് വലിയ ബ്രാൻഡൊന്നും ഇല്ല, ആർക്കും നമ്മളെ ഈ കമ്പനീനെ അറിവില്ല. സോ ലോട്ട് ഓഫ് എംപ്ലോയീസ് അവരുടെ ഒരു കല്യാണപ്രായമാകുമ്പോൾ അവരിങ്ങനെ ഒരു ബ്രാൻഡ് നെയിം കമ്പനി ജോലി ചെയ്യാനായിട്ടുള്ള പ്രഷർ വരുമായിരുന്നു. ആൻഡ് നമ്മൾ കുറച്ച് വളരെ കോമ്പറ്റന്റ് എംപ്ലോയീസ് നമ്മൾ അങ്ങനെ നമ്മുടെ കമ്പനി വിട്ടുപോയി. സോ വി വർ തിങ്കിങ് വി ഹാവ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഹൗ ഡു വി റീറ്റെയിൻ സ്റ്റാഫ്? എങ്ങനെയാണ് എംപ്ലോയീസ് നമ്മുടെ കൂടെ നിർത്തുന്നത്? അപ്പോൾ എംപ്ലോയീസിലൂടെ നമ്മൾ സംസാരിച്ച് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ചെയ്തപ്പോൾ അവരുടെയൊക്കെ ഡ്രീം അവരുടെ സ്വന്തം വീടാണ്. എപ്പോഴെങ്കിലും അവർക്ക് സ്വന്തം വീട് ചെയ്യാൻ ഒക്കണം, അത് അച്ചീവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ ഈ ഒരു ജേർണിയിൽ നമുക്ക് സഹായിക്കാൻ ഒക്കുമോ? സോ ആ ഒരു ടാർഗറ്റിന് വേണ്ടിയാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലേക്ക് റീസെർച്ച് തുടങ്ങിയത്. ഓക്കെ, ആൻഡ് ഫാസ്റ്റ് ഫോർവേഡ് ടു ദ എൻഡ് റിസൾട്ട്, നമ്മുടെ ഇപ്പോൾ സ്റ്റാഫ് റിട്ടൻഷൻ സ്കീം ക്ലേസസ് ടെക്നോളജീസിൻ്റെ കൂടെ നിൽക്കുന്ന കീ എംപ്ലോയീസിന് നമ്മൾ ഫ്രീ ആയിട്ട് 3 bedroom അപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ 55 വയസ്സ് വരെ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് 3 3 bedroom അപ്പാർട്ട്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ റിട്ടൻഷൻ. ഞാൻ കേട്ടിട്ടേ ഇല്ല അല്ലേ? അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ചിന്ത ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം മെയിനായിട്ട് ഇപ്പം നിമ്മി കണ്ടതുപോലെ ഈ നമുക്ക് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിംഗ് 50,000 square foot ബിൽഡിംഗ്. നമുക്ക് ഇൻഫോപാർക്ക്, കാക്കനാട് ഇൻഫോപാർക്കിൽ 1.5 acre സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ലക്ഷം square foot ആണ് നമ്മുടെ ടോട്ടൽ പ്രോജക്റ്റ്. ആദ്യത്തെ ബിൽഡിംഗ് 50,000 square foot നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു 2 വർഷം മുമ്പേ. അതുപോലെ റെസിഡൻഷ്യലിലും നമുക്കിപ്പോൾ ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ട് 15 നില, ക്ലേസസ് ഹൈറ്റ്സ്. പിന്നെ നമ്മൾ ക്ലേസസിന്റെ വില്ലാസും ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇൻഡിപെൻഡന്റ് വില്ലാസ് വെളിയിലുള്ള കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ നമ്മൾ ഡീറ്റെയിലേക്ക് I'll start explaining exactly what was the thinking behind it and how we grew into this technology. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സാറിന്റെ തന്നെ കൂടെയുള്ള വിൻസാറിന്റെ വീടാണ് അല്ലേ? ഒരു ഇൻഡിപെൻഡന്റ് വീട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വീട് നമ്മൾ ഒത്തിരി വീടുകൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി വീടുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും അതുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ ഈ വീടിന്റെ ടെക്നോളജി സൈഡ് നമ്മൾ ഇതുവരെ മാർക്കറ്റ് ചെയ്തതോ സെല്ല് ചെയ്തോ ഒന്നുമായിട്ട് കണക്റ്റഡ് അല്ല അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബ്രിക്സ് ഇല്ല എന്ന് പറയുമ്പോഴും ദെൻ ആൾക്കാർ ചോദിക്കും അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവരിത് പണിതിരിക്കുന്നത്? ഇപ്പം ഞാൻ തന്നെ നമ്മുടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് ആർക്കിടെക്ട്സ്, അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്രിക്സ് ഇല്ലാതെ ചെയ്തൊരു വീട് ഞാൻ കണ്ടുവന്നു. അപ്പോൾ അവർ പറയുന്നത് അതൊന്നും നടക്കൊന്നുമില്ല, അതിൽ അവർ എവിടെയെങ്കിലും ബ്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടെക്നോളജി നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടി ആ ടെക്നോളജി ഒന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്യാമോ? റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കയറാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ മെയിൻ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ സീനിയർ സ്റ്റാഫൊക്കെ ഇന്ത്യയുടെ വെളിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഇൻ്റർനാഷണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു റെസിഡൻഷ്യൽ ഹോംസ് ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണലി പോയി റെസിഡൻഷ്യൽ ഹോംസിൽ എന്താ കാണുന്നത്? എല്ലാ വീട് സെൻട്രലി എയർ കണ്ടീഷൻഡ് ആണ്. ഓക്കെ, പിന്നെ AC ഓൺ ആക്കുന്നത് ഓഫ് ആക്കുന്ന പരിപാടിയില്ല, AC എപ്പോഴും ഓൺ ആണ്, റൈറ്റ്? പിന്നെ ഒരു ജനറൽ ആംബിയൻസും കംഫർട്ട് വീട്ടിൽ കിട്ടുന്നത് നമ്മൾ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ AC ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഐ മീൻ ദ ബെസ്റ്റ് വേ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇസ്, ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അംബാസഡറും ഫിയറ്റായിരുന്നു വണ്ടികളുണ്ടായിരുന്നത്. ആ ഒരു ലോകത്ത് നമ്മൾ ഒരു അംബാസഡർ കാർ മേടിക്കും, അത് നമ്മൾ AC വെളി കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും, അതിൻ്റെ അപ്പോൾസ്ട്രി കോയമ്പത്തൂർ കൊണ്ടുപോയി കോയാസി കൊണ്ടുപോയി അപ്പോൾസ്ട്രി ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ സംഭവം. പക്ഷേ മാരുതി വന്നപ്പോൾ മാരുതിയുടെ വ്യത്യാസം, ടെക്നോളജി മൊത്തം മാറി. അതിൻ്റെ സ്റ്റീലൊക്കെ വളരെ ലോ ഗേജ് സ്റ്റീലാണെങ്കിലും കെമിക്കലി ട്രീറ്റഡ് ആണ്. പിന്നെ ക്രംബിൾ സോൺസ് ഉണ്ട് സേഫ്റ്റി കൂട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പോൾ മാരുതിക്ക് അത്രയും അംബാസഡറായിട്ട് ഉള്ള കാര്യങ്ങൾ കാണത്തില്ലായിരിക്കും. പക്ഷേ മാരുതിയാണ് കംഫർട്ട് കൂടുതൽ, സേഫ്റ്റിയും കൂടുതൽ കമ്പയർ ടു ദി അംബാസഡർ. ആൻഡ് ഇറ്റ്സ് എയർ കണ്ടീഷൻഡ്. So that's the best example I can give you of the existing residential. So നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ നമുക്ക് സ്റ്റാഫിന് വീട് വെക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ 2008 നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വി ആർ ടോക്കിംഗ് ടു ദ ലോക്കൽ ആർക്കിടെക്ട്സ്, ടോക്കിംഗ് ടു ദ ലോക്കൽ ബിൽഡേഴ്സ്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്? നമുക്ക് സെൻട്രലി എയർ കണ്ടീഷൻ സ്പേസ് വേണം, നമുക്ക് ഡക്റ്റഡ് എയർ കണ്ടീഷനിങ്, അതിൻ്റെ കൂടെ ഒരു ഇൻസുലേഷൻ സ്പെസിഫിക്കേഷൻ വേണം. അപ്പോൾ ഇൻസുലേഷനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ ആരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, ആരും ചെയ്യുന്നുമില്ല. പിന്നെ നമ്മൾ ഗ്ലാസിനെ പറ്റി സംസാരിക്കുമ്പോൾ വെളിയിൽ നമ്മൾ ഗ്രിൽസ് കാണാറില്ല, പക്ഷേ ഇവിടെ എല്ലാ വീട്ടിലും ഈ സ്റ്റീൽ ഗ്രിൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്രിൽസിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ സ്പെസിഫിക്കേഷൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ the local architects are almost looking at us as a problem customer. Okay. Because ഈ കസ്റ്റമർ പറയുന്ന രീതി പോയാൽ എല്ലാം പ്രശ്നമാവും. സോ അങ്ങനത്തെ ഒരു റിയാക്ഷൻ വന്നപ്പോൾ പക്ഷേ വെളിയിൽ നമ്മളിത് എല്ലായിടത്തും കാണുന്ന സംഭവമാണ്, പക്ഷേ ഇവിടെ ഒരു പുതിയ സംഭവമാണ്. സോ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വന്നപ്പോൾ വി ഡിസൈഡഡ് ലെറ്റ്സ് ഡു ഇറ്റ് ഓൺ അവർ ഓൺ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ സോഫ്റ്റ്വെയർ ടെക്നോളജി കമ്പനിക്ക് ഇത് ആവശ്യമാണ്. അപ്പോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിവിടെ അവൈലബിൾ അല്ലെങ്കിൽ നമുക്കത് ഇൻഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ 2012 ഈ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്ക് സ്വന്തമായിട്ട് ഇറങ്ങുന്നത്. ആൻഡ് ദ സമ്മറി ഓഫ് ദിസ് ടെക്നോളജി വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിലത്തെ റെഫ്രിജറേറ്റർ എടുക്കുക, ഫ്രിഡ്ജ് എടുക്കുക. ഈ റെഫ്രിജറേറ്റർ അതിന് പഫ് ഇൻസുലേഷൻ ഉണ്ട് 6 സൈഡിലും. ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിലും കട്ടിയുള്ളത് ഇൻസുലേഷൻ അകത്തുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇൻസുലേഷൻ ഉള്ളത് കൊണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ 24 മണിക്കൂറിൽ വെറും 2 മണിക്കൂർ പോലും അത് ഓടുന്നില്ല. കാരണം ഈ തണുപ്പ് അകത്ത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് തണുപ്പ് അവിടെ പിടിച്ചു വെക്കും, അത് ഇങ്ങനെ എസ്കേപ്പ് ചെയ്യത്തില്ല. സോ അതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് കോൺസെപ്റ്റ്. അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾ. ഫിസിക്സ് പ്രിൻസിപ്പിൾ ഈസ് ഇൻസുലേഷൻ. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെ ഒരു റെസിഡൻഷ്യൽ സ്പേസിൽ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ഒക്കും, അതാണ് നമ്മൾ ഒത്തിരി പഠിച്ചത്. വെളിയിൽ ഇത് അവർ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെ നമുക്കിത് ചെയ്യാൻ ഒക്കും, ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പിന്നെ ഇറങ്ങിയത്. പിന്നെ നമ്മളിത് തുടങ്ങിയപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ നമ്മൾ കുറേ സാമ്പിൾസ് ഉണ്ടാക്കി, യുനോ, ബിക്കോസ് നമുക്ക് ചുമ്മാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമുക്കിവിടെ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ സ്പെസിഫിക്കേഷൻ ബിൽഡിംഗ് കോഡ് ഉണ്ട്, നമുക്ക് ബിൽഡിംഗ് കോഡ് പാസ്സാക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇൻഹൗസ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്, ഇൻഹൗസ് ആർക്കിടെക്ചർ ടീം എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് വി സ്ലോലി കെയിം അപ്പ് വിത്ത് എ സ്പെസിഫിക്കേഷൻ ദാറ്റ് ക്യാൻ പ്രാക്ടിക്കലി വർക്ക്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വിൻസ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന വില്ല കാണുമ്പോൾ മനസ്സിലാവും, ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ഇസ് ഇൻസുലേറ്റഡ് walls and slabs, forced entry proof laminated glass. അപ്പോൾ ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ അത് പൊട്ടിച്ചാലും സ്ട്രക്ചറലി സൗണ്ട് ആണ്. അപ്പോൾ ഒരു വെളിയിൽ നിന്ന് അകത്തേക്ക് വരാൻ ഒക്കത്തില്ല. ഈ ജുവലറി കടയിലൊക്കെ ഇടുന്ന ഗ്ലാസ് ആണ് ഈ ഫോസ്റ്റ് എൻട്രി പ്രൂഫ് ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാമിനേറ്റഡ് ഗ്ലാസ് ഇട്ടാൽ നമുക്ക് ഗ്രില്ലിൻ്റെ ആവശ്യമില്ല, ഭയങ്കര സേഫ്റ്റിയാണ്. യെസ്, ആക്ച്വലി ഗ്രില്ലിനേക്കാളും സേഫാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഗ്രില്ല് പൊളിച്ച് കയറണമെങ്കിൽ അവർക്ക് ഒരു 10 സെക്കൻഡ് മതി. ഒരു കട്ടർ കൊണ്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കയറാം. പക്ഷേ നമുക്കൊരു ആശ്വാസമുണ്ട്, നമ്മൾ ഗ്രില്ലിൻ്റെ അകത്ത്. പക്ഷേ ഈ ഫോസ്റ്റ് എൻട്രി പ്രൂഫ് ഗ്ലാസ് എന്ന് പറയുന്നത് ആ ഗ്ലാസ് പൊട്ടിച്ചാലും അത് സ്ട്രക്ചറലി സൗണ്ട് ആയിരിക്കും, അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഒത്തിരി പണി ചെയ്യണം ഈ ഗ്ലാസ് ഒന്ന് പൊളിച്ച് മാറ്റണമെങ്കിൽ. അപ്പോൾ ആ ഒരു സിനാരിയോ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് സേഫർ ദെൻ ദ ഗ്രിൽ. At the same time, you get the ambience of the floor to ceiling glass. അപ്പോൾ ഈ ഓരോ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മുടെ ബിൽഡിങ്ങിൽ നമ്മൾ കയറ്റിയിരിക്കുന്നത്. അതിപ്പോൾ നിമ്മി വിഷ്വൽസ് കാണിക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ. ഇപ്പം അഗെയിൻ ഞാൻ സാറിനോട് പറയാണ്, ഇപ്പം നമ്മൾ ഈ തെർമലി ഇൻസുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാധാരണ ആൾക്ക് മനസ്സിലാവില്ല. അഗെയിൻ കറക്റ്റ്. അതായത് ഇപ്പോഴും ഇതെന്താണ് ഈ തെർമൽ ഇൻസുലേഷൻ, അല്ലെങ്കിൽ ഇവർ ഈ ബ്രിക്സ് ഇല്ലാതെ എങ്ങനെ ഈ വാൾ ഉണ്ടാക്കിയെന്നായിരിക്കും ഇത് കാണുന്ന ഓരോ ആൾക്കാർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ സാധാരണ ഒരു ബ്രിക്സ് കൊണ്ടാണ് നമ്മൾ സ്ലാബ് കൊടുക്കുന്നത്, വാൾസ് കൊടുക്കുന്നത്. അതിന് പകരം എന്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്? ദാറ്റ്സ് റൈറ്റ്. സോ അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ സൈറ്റ് വന്ന് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഇന്നോവേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് ഒരു ടെക്നീക്കുണ്ട്. നമ്മൾ ഈ ടെക്നീക്ക് പഠിച്ചിരിക്കുന്നത് ഇസ് ഫ്രോം ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് എല്ലാവർക്കും അറിയാം, പുള്ളി ടെസ്ല, സ്പേസ് എക്സിൻ്റെ ഫൗണ്ടറാണ്. പിന്നെ സയൻറ്റിഫിക് ഏരിയയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ 2008 തൊട്ട് ഐ ഹാവ് ബീൻ ഫോളോയിങ് എ ലോട്ട് ഓഫ് വാട്ട് ഹീ ഈസ് ഡിസ്ക്രൈബിങ് ആൻഡ് സെയിങ്. സോ അറൗണ്ട് ഇന്നോവേഷൻ പുള്ളി പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹീ സേസ് ദർ ആർ 2 ways ടു സോൾവ് എനി പ്രോബ്ലം. ദ ഡീഫോൾട്ട് വേ നമ്മളെല്ലാവരും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇസ് കോൾഡ് റീസണിങ് ബൈ അനാലജി. റീസണിങ് ബൈ അനാലജി ഈസ് എല്ലാവരും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അത് പഠിക്കുക, എന്നിട്ട് അത് പഠിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഇന്നോവേഷൻ ചെയ്യാവുന്നെങ്കിൽ ചെയ്യുക. ദിസ് ഈസ് റീസണിങ് ബൈ അനാലജി. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഡ്രസ് ചെയ്യുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മളൊരു കല്യാണം കൂടുന്നത്, ബാക്കി എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് അത് പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇച്ചിരി ഇന്നോവേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് റീസണിങ് ബൈ അനാലജി.
പക്ഷേ പുള്ളി പറയുന്നത് the correct approach is reasoning by first principles. അപ്പോൾ റീസണിങ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് പറയുന്നത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ആ പ്രോബ്ലം നമ്മൾ ഏറ്റവും ബേസിക് ലെവലിൽ കൊണ്ടുപോകണം. പുള്ളി പറയുന്നത് ടേക്ക് ഇറ്റ് ഡൗൺ ടു ദ ഫിസിക്സ്, ബിക്കോസ് ന്യൂട്ടൺസ് ലോസ്, ഐൻസ്റ്റൈൻസ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ ലോസ് ഓഫ് നേച്ചറാണ്. അപ്പോൾ ടേക്ക് ഇറ്റ് ഡൗൺ ടു ദ ഫിസിക്സ് ആൻഡ് സ്റ്റാർട്ട് ഇന്നോവേറ്റിംഗ് ഫ്രോം ദാറ്റ് ലെയർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ വെച്ചാൽ ഈ ആവശ്യത്തിൻ്റെ ഓരോ ലെയറിന് നമുക്ക് കഴിഞ്ഞ ഒരു 50-60 വർഷത്തിൽ നടന്ന ഇന്നോവേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കും. എന്നിട്ട് അവസാനത്തെ സൊല്യൂഷൻ എത്തുമ്പോൾ വി എൻഡ് അപ്പ് വിത്ത് എൻ എക്സ്പോണൻഷ്യലി ബെറ്റർ സൊല്യൂഷൻ. അപ്പോൾ ദിസ് ഈസ് ദ കോൺസെപ്റ്റ്, റീസണിങ് ബൈ അനാലജി ആൻഡ് റീസണിങ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ചെയ്തിരിക്കുന്നത് റീസണിങ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഒരു കെട്ടിടം എന്താണ്? ഒരു സ്ട്രക്ചറൽ സംഭവമാണ്. ആ സ്ട്രക്ചറൽ സംഭവത്തിന് നമുക്ക് സ്ട്രെങ്ത് വേണം, സീസ്മിക് റെസിസ്റ്റൻസ് വേണം, എർത്ത് പ്രൂഫ് ആക്കാൻ, പിന്നെ നമ്മുടെ ബിൽഡിംഗ് കോഡ് പാസ്സാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ്. അതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ പിന്നെ ഇന്നോവേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ RCC ആണ്, റീഇൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് ആണ്. പക്ഷേ നമ്മുടെ സ്ലാബ്സിലുള്ള നമ്മൾ സാൻഡ്വിച്ച് ആയിട്ട്, for example, it's a 12-inch 1-foot slab. Out of that 8 inches is styrofoam or thermocol. നമ്മൾ കാണുന്ന thermocol. Okay. The reason is thermocol is an insulating agent. അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ പറയുന്നത്, ഇൻസുലേഷൻ മെഷർ ചെയ്യുന്നത് is in something called R value. R for Roger, R value. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെൻറ്റിഗ്രേഡ് പറയുന്ന പോലെ ഇൻസുലേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് R വാല്യൂ കൊണ്ടാണ്. So for example, ഒരു 6-inch brick wall ഇൻ്റെ R value 0.8 ആണ്. Okay. And the R value for 1 inch of styrofoam or thermocol is 5. അപ്പോൾ 1 inch styrofoam തന്നെ തെർമോകോളിന് ഓൾമോസ്റ്റ് 6 ഇരട്ടി ഇൻസുലേഷൻ ഉണ്ട് കമ്പയർഡ് ടു എ 6-inch brick wall. നമ്മൾ ഉപയോഗിക്കുന്നത് 4 inch സ്റ്റൈറോഫോമാണ്, തെർമോകോളാണ് നമ്മുടെ മെയിൻ ഇൻസുലേഷൻ വാൾസിൽ ഉപയോഗിക്കുന്നത്. സ്ലാബ്, റൂഫ് സ്ലാബിനും ഫ്ലോർ സ്ലാബിനും ഉപയോഗിക്കുന്നത് 8 inches സ്റ്റൈറോഫോമാണ്. അതായത് നമ്മളൊരു കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? അതായത് നമ്മൾ ആദ്യം ഒരു തെർമോകോൾ വെച്ച് റൈറ്റ് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റർ ചെയ്യുന്നത്. അത് തന്നെ അല്ലേ? അതാണ് സംഭവം. നമ്മൾ ബ്രിക്സ് ചെയ്യുന്നതിന് പകരം ഈ തെർമോകോൾ വെച്ച്, അത് എന്താണോ സാർ പറഞ്ഞ ആ ഇഞ്ച്, അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വാൾസും സ്ലാബും പിന്നെ മുകളിലും, അല്ലേ? റൂഫ് സ്ലാബ്, ഫ്ലോർ സ്ലാബ് എല്ലാം 6 സൈഡിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. പിന്നെ മെയിൻ സ്ട്രക്ചർ കോൺക്രീറ്റ് ബീംസ് ഉണ്ട്, സ്ലാബ് ഉണ്ട്, കോളംസ് ഉണ്ട്. അപ്പോൾ മെയിൻ സ്ട്രക്ചറിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ ബ്രിക്കിൻ്റെ സ്ഥാനത്ത് ഈ തെർമോകോൾ ഉപയോഗിക്കുമ്പോൾ തെർമോകോൾ ഓൾമോസ്റ്റ് അതിന് വെയിറ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് തന്നെ ഒരു 70% കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഫൗണ്ടേഷനിലൊക്കെ വരും. ഒരു 15 നില കെട്ടിടത്തിൻ്റെ വെയിറ്റ് നമ്മൾ 70% കുറച്ചാൽ നമ്മൾ ഒരു 5 നില കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ ചെയ്താൽ മതി, യുനോ. അപ്പോൾ ഇതിന് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇൻസുലേഷൻ പ്രൈമറി ബെനിഫിറ്റ് ആണ്, പക്ഷേ സ്ട്രക്ചറലി സീസ്മിക് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയാൽ ഇറ്റ്സ് മച്ച് ബെറ്റർ ദൻ ദ ട്രഡീഷണൽ കൺസ്ട്രക്ഷൻ, ബിക്കോസ് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് ഡീറ്റെയിൽസിലേക്ക് പോയാൽ ഇതിൻ്റെ ഹീറ്റ് റിട്ടൻഷനും കുറവാണ്. സോ ഫോർ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി അവരുടെ ദോശക്കല്ല് കണ്ടാൽ അതിന് 1 ഇഞ്ച് കട്ടിയുണ്ട്. അത് ചൂടാൻ ഒത്തിരി സമയമെടുക്കും, പക്ഷെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ദോശ അതിൽ ചൂടാൻ നോക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മാസ് കൂടിയ സ്ട്രക്ചർ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഈ ടെമ്പറേച്ചർ 31 degrees ആണെങ്കിൽ ഇത് ഡ്യൂറിങ് ദ ഡേ 31 degrees ഹീറ്റ് അബ്സോർബ് ചെയ്യും, ഈ ദോശക്കല്ല് ചൂടാകുന്ന പോലെ. എന്നിട്ട് രാത്രിയിൽ ഈ 31 degrees തന്നെ ഇരിക്കും. എന്നിട്ട് ആ ചൂടാണ് അകത്തേക്ക് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ AC ഓൺ ആക്കുമ്പോൾ നമ്മൾ AC ഓൺ ആക്കിയിട്ട് മുറി 24 ഡിഗ്രി അല്ലെങ്കിൽ 25 ഡിഗ്രിയിൽ ഓടിക്കാനാണ് നോക്കുന്നത്. പക്ഷേ എല്ലാ 6 വാളും 31 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ACയുടെ എഫിഷ്യൻസി ഒത്തിരി കുറയും. അപ്പോൾ ഈ ഇൻസുലേഷൻ്റെ ഈ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമ്പിൾ കണ്ടാൽ മതി. ഇപ്പം നമ്മുടെ ഒരു 1700 square foot 3 bedroom അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഉണ്ട്. ആ 1700 square foot 3 bedroom അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വെറും ഒരു 2 ton AC കൊണ്ടാണ് തണുപ്പിക്കുന്നത്. മൊത്തം അപ്പാർട്ട്മെൻറ്റ്, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ ആൻഡ് 3 bedrooms അപ്പാർട്ട്മെൻറ്റ് മൊത്തം സെൻട്രലി എയർ കണ്ടീഷൻ, ഡക്റ്റഡ് എയർ കണ്ടീഷനിങ് വഴി വെറും 2 ton AC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ 24 മണിക്കൂർ നമ്മൾ 25 degrees സെൻറ്റിഗ്രേഡിൽ ഇത് ഓടിക്കുവാണെങ്കിൽ
നമ്മുടെ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല് 2500 താഴെയാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിത് ഡെലിവറി ചെയ്തിട്ട് 3 വർഷമായി, യുനോ. ആൻഡ് സോ ദർ ഇസ് നോ മിസ്റ്ററി ഹിയർ. നമ്മളിപ്പോൾ ഓൺലൈൻ പോയി സെർച്ച് ചെയ്താൽ ഇപ്പോൾ US-ലാണ് നമ്മുടെ ഒത്തിരി റെഫറൻസസ് ഉള്ളത്. ഫ്ലോറിഡയിൽ അല്ലെങ്കിൽ ആരിസോണയിലാണ് നമ്മുടെ നാട്ടിലത്തെ അത്രയും ചൂടുണ്ട്. പക്ഷേ അവിടുത്തെ എയർ കണ്ടീഷനിങ് സ്പെസിഫിക്കേഷൻ വെച്ചാൽ 1 ടൺ AC-ന് 600 സ്ക്വയർ ഫുട്ട് തൊട്ട് 1000 സ്ക്വയർ ഫുട്ട് വരെ അവർ ഉപയോഗിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ചോദിക്കുകയാണെങ്കിൽ 1 ടൺ AC വെറും 120 സ്ക്വയർ ഫുട്ടിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ എയർ കണ്ടീഷനിങ് കൺസൾട്ടൻസ് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ട്രഡീഷണലായിട്ട് ഇൻസുലേഷൻ ഇല്ലാതെയാണ് വീടുകൾ ചെയ്യുന്നത്. ഇൻസുലേഷനിലേക്ക് കയറുമ്പോൾ ഈ ഒരു ബെനിഫിറ്റാണ് കിട്ടുന്നത്. ബിക്കോസ് യു വുഡ് ഹാവ് നോട്ടീസ് നിമ്മി, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് ഈ റെസിഡൻഷ്യൽ സൈഡിൽ. AC മേടിക്കാനായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇത് ഉപയോഗിക്കാനായിട്ട് പേടി. കാരണം ഇതിൻ്റെ കൺസംഷൻ, ഇലക്ട്രിസിറ്റി കൺസംഷൻ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ ഇൻസുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് AC ഇല്ലാതെ തന്നെ ഒരു കംഫർട്ട് ഉണ്ട്. കാരണം ഈ വെളിയിലത്തെ ചൂട് അകത്തേക്ക് വരത്തില്ല ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട്. ആൻഡ് അതിൻ്റെ സയൻറ്റിഫിക് സൈഡിലേക്ക് പോയാൽ ദർ ആർ 3 ways ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ ഈ 3 കാര്യത്തിൽ കണ്ടക്ഷൻ, കൺവെക്ഷൻ ഏരിയയിലാണ് ഇൻസുലേഷൻ്റെ മെയിൻ ബെനിഫിറ്റ്. റേഡിയേഷൻ ഇന്നാലും കയറും, ബിക്കോസ് അത് സൂര്യൻ്റെ ഹീറ്റ് എർത്തിലേക്ക് വരുന്നത് റേഡിയേഷൻ വരെയാണ്. അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടെ ഡീറ്റെയിലേക്ക് പോകണം. പക്ഷേ നമ്മൾ മെയിനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഫ്രം കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. അത് തന്നെ ചെയ്യുമ്പോൾ ഈ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു. പിന്നെ ഉണ്ടല്ലോ സാറേ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ വ്ളോഗിലൊന്നും നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടും ഉണ്ട് പറയാനല്ലേ. അപ്പോൾ എന്നാലും നമുക്കിതൊരു ചെറിയ വ്ളോഗിൽ ഒരു ബേസിക് ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തത് നമ്മുടെ വിൻസാറിൻ്റെ വീടാണ്. അപ്പോൾ അതൊരു 5 സെൻറ്റിന് താഴെയുള്ളൊരു ചെറിയ സ്ഥലത്താണ് അത്ര ഭംഗിയായിട്ട് നമ്മൾ ആ വീട് ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു സാർ ആ ഒരു ഇതിലുണ്ടായിരുന്നത്? റൈറ്റ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മളിപ്പോൾ ക്ലേസിസ് അകത്ത് ചെയ്യുന്ന പ്രൊജക്ട്സ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വില്ലാസ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ നമ്മൾ വില്ല ഡെലിവറി ചെയ്തതാണ് ഈ വിൻസ് ബേബിയുടെ വില്ല. അപ്പോൾ ആ ഒരു സൈറ്റിലത്തെ മെയിൻ ചാലഞ്ചസ് വാസ് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 4.9 സെൻസ്, 5 സെൻറ്റ് പോലും ഇല്ല, 4.9 സെൻസേ ഉള്ളൂ സ്ഥലം. പിന്നെ അത് മൊത്തം അതിൻ്റെ ബേസ് മൊത്തം പാറയായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. ആദ്യം ഈ പാറയൊക്കെ മാറ്റി അതൊന്ന് ലെവലാക്കാനായിട്ട്. പിന്നെ അത് ലെവലാക്കുമ്പോഴും നമുക്ക് ഗ്രൗണ്ടിൻ്റെ അടിയിലേക്ക് പോകാൻ ഒക്കത്തില്ല, കാരണം നമുക്ക് സുവേജ് ഒക്കെ ചെയ്യാനായിട്ട് ചാലഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി ഹൈറ്റ് കൂട്ടി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ തുടങ്ങിയിരിക്കുന്നത്, റൈറ്റ്. പിന്നെ ഈ ഒരു ഫാമിലിയുടെ ആവശ്യങ്ങൾ അവിടെ ഒരു 4 bedroom വേണം, ഒരു സ്റ്റുഡിയോ വേണം, പിന്നെ നമ്മുടെ സ്പെസിഫിക്കേഷൻ സെൻട്രൽ എയർ കണ്ടീഷൻ, ഇതൊക്കെ ഒരു മാനേജബിൾ ബഡ്ജറ്റിൽ നമ്മളൊരു പ്രീമിയം വില്ല ചെയ്യുന്നത്. പക്ഷേ പ്രീമിയം എന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് ബഡ്ജറ്റ് അല്ലല്ലോ. അപ്പോൾ ഒരു ഫീസിബിൾ ബഡ്ജറ്റ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ പ്രാക്ടിക്കൽ ചാലഞ്ചസ്. സോ വാട്ട് വി ഹാവ് ഡൺ ഹിയർ ഇസ് ഈ ഒരു 4.9 സെൻസിൽ ഈ ഒരു വീട് ഉപയോഗിക്കുന്ന സ്പേസ് തന്നെ, ഈ എയർ കണ്ടീഷൻ സ്പേസ് തന്നെ 3000 സ്ക്വയർ ഫുട്ട് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൽ ഒരു 400 സ്ക്വയർ ഫുട്ടിന്റെ സ്കൈ ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കവേർഡ് ഗറാജ് ഉണ്ട്. അതൊക്കെ ഇതിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഫ്ലോർ ടു സീലിംഗ് ഡബിൾ ഹൈറ്റ് ഉള്ള ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വിത്ത് ഓൾ ദീസ് സ്പെസിഫിക്കേഷൻസ് ഓഫ് ഫോസ്റ്റ് എൻട്രി പ്രൂഫ് ഗ്ലാസ്, centrally air conditioned, with all the insulation specification R20. So we've achieved all of that for this villa, and you can see the creative side also. The design എല്ലാം നമ്മൾ in-house ചെയ്തിരിക്കുന്നു. നന്നായിട്ടുണ്ട്. കാരണം അതൊരു നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മളിത് വിശ്വസിക്കുകയുള്ളൂ. ഇപ്പം ഇത് കാണുന്നവരും എനിക്കറിയാം പലർക്കും ഡൗട്ടുണ്ട്, ഇതൊക്കെ നടക്കുമോ. ഞാനും അവിടെ വരുന്നവർ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് വിൻസാറിൻ്റെ വീട് കണ്ടപ്പോൾ അതിൻ്റെ ഡിസൈൻ, ഞാൻ പറഞ്ഞില്ല, ഞാനതിൽ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് കണ്ടത് ഒന്ന് ആ പുറകിലൊക്കെ നിൽക്കുന്ന ആ ഒരു വലിയ പാറയുടെ ഒരു ഭാഗം, അതൊക്കെ പുള്ളി ഭയങ്കര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് നമുക്കത് മനസ്സിലാവാത്തൊരു രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ഗാർഡൻ ഏരിയ ഓൾറെഡി നല്ല രീതിയിൽ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു വെന്റിലേഷൻ ഉണ്ട് വീട്ടിൽ. മൊത്തത്തിൽ ഒരു കാറ്റും നല്ലൊരു തണുപ്പും. നമ്മൾ ഈവൻ AC ഇല്ലാതെ പോലും നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിലൊന്നും നമ്മുടെ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോഴും അവിടെ ഭയങ്കര ഒരു കൂളിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
That's right. I mean, ഇപ്പം ഞാൻ ആ ദോശക്കാളുടെ എക്സാമ്പിൾ തന്നതുപോലെ നമ്മൾ ഇൻസുലേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ എയർ കണ്ടീഷനിങ് AC ഇല്ലെങ്കിലും നമുക്ക് കംഫർട്ട് കൂടും. കാരണം വെളിയിലത്തെ ചൂട് അകത്തേക്ക് വരുന്നില്ല. അതാണ് ഇപ്പൊ ഇത് പണി ചെയ്യുമ്പോൾ തന്നെ പണിക്കാർ തന്നെ പറയും, ഓ ഇവിടെ നമുക്ക് അകത്ത് പണി ചെയ്യാൻ ഒരു ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. സോ പിന്നെ ഈ ഒരു വില്ലയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന, ഇഫ് യു നോട്ടീസ്, കയറുമ്പോൾ തന്നെ there's a passage and there's adequate privacy for the living room, there's adequate privacy for the dining space. The open plan kitchen ആണെങ്കിലും അതിനൊരു പ്രൈവസി ഉണ്ട്. ആൻഡ് 3 നിലയാണ്. സോ മൂന്നാമത്തെ നിലയിലാണ് സ്കൈ ഗാർഡനും ഒരു വിൻസിന്റെ ഒരു ക്രിയേറ്റീവ് ഡിസൈൻ ആണല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റുഡിയോ ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് within 5 cents ഇങ്ങനെ ഈ ഒരു സൈസ് വീട് ചെയ്യാൻ ഒത്തത് ഐ തിങ്ക് ഇസ് എ വെരി ഒപ്റ്റിമൽ ഡിസൈൻ. പ്ലസ് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ആ ഒരു ഗാർഡൻ ഫീൽ വേണം. പക്ഷെ ഒരു 5 സെന്റിന്റെ താഴെയുള്ള വീട്ടിൽ നമ്മൾ എവിടെയാ ഗാർഡൻ ചെയ്യുന്നത്? അതുകൊണ്ടാണ് നമ്മൾ സ്കൈ ഗാർഡൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ നല്ല ഏരിയ ആണ് ശരിക്കും. ആ വീടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഏരിയ എനിക്ക് തോന്നിയത് ആ ഒരു സ്കൈ ഗാർഡൻ തന്നെയാണ്. എല്ലാവരും വന്ന് കാണുമ്പോൾ അതാണ് അവർക്ക് ആദ്യം ഒരു മോഹം വരുന്നത്. ആൻഡ് ബിക്കോസ് ആ നേച്ചറിലേക്ക് ഒരു കണക്ഷൻ വരാനായിട്ട്. പിന്നെ ദ അതർ അഡ്വാൻറ്റേജസ് ആണ് ഈ നമ്മൾ ഇൻസുലേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഒത്തിരി കുറയുന്നുണ്ട്. ഒരു 80% കൂടുതൽ കുറയും. ഫോർ എക്സാമ്പിൾ, ആർക്ക് വേണമെങ്കിൽ AC മേടിക്കാം. പക്ഷെ ഒരു മാസം 1000 രൂപ കറണ്ട് ബിൽ വരുന്ന ആൾ ഒരു AC ഇട്ടാൽ തന്നെ അതും ഒരു ബെഡ്റൂമിൽ രാത്രി ഉപയോഗിച്ചാൽ ഒരു 5000-6000 രൂപ വരെ, ഒരു 5 ഇരട്ടി വരെ കറണ്ട് ബില്ല് കൂടും. അതാണ് എല്ലാവരുടെയും പ്രശ്നം. പക്ഷേ ഇൻസുലേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യലി ലോവർ ആണ് കൺസംഷൻ. ആൻഡ് ആക്ച്വലി നമ്മളൊരു മാക്രോ ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിഡൻഷ്യൽ സ്പേസ് ഇപ്പോൾ എറണാകുളത്തോ കേരളത്തിൽ 80% പവർ കൺസംഷൻ ഇസ് എയർ കണ്ടീഷനിങ്. അപ്പൊ ഇൻസുലേഷൻ നമ്മുടെ ബിൽഡിംഗ് കോഡിൽ ആ സ്പെസിഫിക്കേഷൻ ഇല്ല. പക്ഷെ വെളിയിലൊക്കെ R20 ഒരു സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ആണ് ബിൽഡിംഗ് കോഡിൽ തന്നെ. പക്ഷെ നമ്മുടെ ഇവിടെ ഗ്രീൻ ബിൽഡിംഗ് ഒക്കെ പറയുന്നെങ്കിലും കൂടുതലും ഡീറ്റെയിലേക്ക് അവർ പോകുന്നില്ല. പക്ഷെ ആ അഡ്വാൻറ്റേജസ് ഇപ്പൊ ഈ വില്ലയിൽ കാണാം. ഓഫ് കോഴ്സ്. അതുപോലെ ഉണ്ടല്ലോ സാറേ, നമ്മൾ പുറത്തും വർക്കുകൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇൻഡിപെൻഡന്റ് ആയിട്ട്. അപ്പൊ സപ്പോസ് നമ്മളുടെ ഇപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ കേട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടൊക്കെ വരുവാണെങ്കിൽ, നമ്മൾ ഇന്റീരിയർ ഒരാളുടെ ഇഷ്ടമാണല്ലോ, ഇന്റീരിയർ ഇല്ലാതെ നമ്മൾ ഈ ഒരു വില്ല തീർക്കാനായിട്ട് എത്ര നമ്മൾ പേർ സ്ക്വയർ ഫീറ്റ് നമുക്ക് ചാർജസ് വരുന്നത്? ദാറ്റ്സ് റൈറ്റ്. അപ്പൊ ഈ വില്ല നമ്മൾ ഡെലിവറി ചെയ്തിട്ട് ഒരു 2 മാസം ആയിട്ടുണ്ട്, റൈറ്റ്? ആൻഡ് ഈ വില്ല ഈ ഒരു സ്പെസിഫിക്കേഷൻ ചെയ്ത് തീർക്കാനായിട്ട് ഇറ്റ് കെയിം ടു അബൌട്ട് 2500 rupees a square foot. Okay, but you can say depending on the specifications, plus or minus 2500 to 2800 rupees is what you can budget for this type of specification, excluding the interiors. അതുപോലെ ഉണ്ടല്ലോ സാറേ, ഇപ്പം നമ്മുടെ ഈ ഒരു ക്ലേസിസിന്റെ ഓഫീസ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻഫോപാർക്കിലുള്ളത്, അതും ഒരു സ്പെഷ്യലാണ് അല്ലേ? അതിൽ എന്ത് ടെക്നോളജി അതിന് യൂസ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഈ നമ്മുടെ ക്ലേസസ് ക്യാമ്പസ് ഇൻഫോപാർക്ക് കാക്കനാടിലാണ്. 1 ഏക്കർ 60 സെന്റിലാണ് നമ്മുടെ ക്യാമ്പസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബിൽഡിംഗ് ആണ് നമ്മൾ 2 വർഷം മുമ്പേ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ബിൽഡിംഗ് ഇത് 50,000 സ്ക്വയർ ഫുട്ട് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഈ ബിൽഡിങ്ങിലുണ്ട്. എല്ലാം സ്റ്റൈറോഫോം, തെർമോകോൾ, ഇൻസുലേഷൻ, സെൻട്രൽ എയർ കണ്ടീഷൻ, ഡക്റ്റഡ് എയർ കണ്ടീഷനിങ് എല്ലാം ഉണ്ട്. സോ ദ മെയിൻ തിങ് ഈസ് ഈ 50,000 സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിംഗ് നമ്മൾ ഫുൾ എയർ കണ്ടീഷനിങ് ടണ്ണേജ് 45 ടൺ പോലും ഇല്ല നമ്മൾ ഈ 50,000 സ്ക്വയർ ഫുട്ട് ബിൽഡിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇഫ് യു നോട്ടീസ് ഇൻ ദ ഫസാഡ് ഓഫ് ദ ബിൽഡിംഗ് എല്ലാം സോലാർ പാനൽസ് ആണ്. സോ നമുക്ക് 55 കിലോവാട്ട് വരെ പ്രൊഡക്ഷൻ ഉണ്ട് സോലാറിൻ്റെ. അപ്പോൾ എല്ലാവരുടെയും വിചാരം സോലാർ ഇങ്ങനെ സൗത്ത് ഈസ്റ്റ് ഫേസിങ് വേണം, അതൊക്കെയാണ് എഫിഷ്യൻസി കൂടിയ പ്രൊഡക്ഷൻ. പക്ഷേ വെർട്ടിക്കലി സോലാർ പാനൽ ഇട്ടാലും നമുക്കൊരു 50% പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ ബിൽഡിംഗ് ഫുൾ ഇങ്ങനെ വെർട്ടിക്കലി നമ്മൾ സോലാർ പാനൽസ് കൊടുത്തിരിക്കുകയാണ്. ഗ്ലാസിന്റെ സ്ഥാനത്ത് നമ്മൾ സോലാർ ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വ്യൂ കിട്ടാനായിട്ട് 70 സെന്റിമീറ്റർ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ ഫസാഡ് കാണുമ്പോൾ. അപ്പോൾ അതിന് മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമുക്ക് സോലാർ പ്രൊഡക്ഷൻ ഉണ്ട്, എനർജി പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ നമ്മളൊരു 70% നമ്മൾ സൂര്യൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് അകത്തേക്ക് വന്ന്, അല്ലെങ്കിൽ ഗ്ലാസ് ലീക്കേജ് ഉണ്ടല്ലോ നമ്മുടെ എയർ കണ്ടീഷനിങ് വേണ്ടി. പക്ഷെ അതിന്റെ ഒരു 70% സോലാർ പാനൽ കൊണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഹീറ്റ് അകത്തേക്ക് വരുന്നില്ല. പിന്നെ വ്യൂ ബ്ലോക്ക് ചെയ്യുന്നില്ല. നമുക്ക് 70 സെന്റിമീറ്റർ ഗ്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് വെളിയിലേക്ക് വ്യൂ ഉണ്ട്. ആൻഡ് സോ ഐ തിങ്ക് വി ആർ എ യുണീക് ബിൽഡിംഗ് വേർ വി ആർ. ഇങ്ങനൊരു ബിൽഡിംഗ് എനിക്ക് തോന്നുന്നു നമ്മുടെ മാത്രമാണ്. എല്ലാവരും സോലാർ മോളിൽ ഇടുന്നുണ്ട്, പക്ഷേ ഗ്ലാസിന്റെ സ്ഥാനത്ത് സോലാർ പാനൽ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു യുണീക്ക് ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ബിൽഡിംഗ്.
അതുപോലെ ഉണ്ടല്ലോ സാറേ, നമ്മുടെ ക്ലേസിസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണല്ലോ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് വിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാഫ് എല്ലാം ഇൻഹൗസ് സ്റ്റാഫുകളാണോ നമുക്കുള്ളതെല്ലാം? അതുപോലെ തന്നെ ഈ ഒരു വില്ല, ഇപ്പോൾ നമ്മൾ വിൻസാറിൻ്റെ പോലത്തെ ഒരു വില്ല ചെയ്യാനായിട്ട് എത്ര സമയം നമ്മളെടുക്കും? ഇപ്പം നമുക്ക് ഈ ക്ലേസിസ് ടെക്നോളജീസ് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ സ്റ്റാഫ് 625 625+ സ്റ്റാഫ് ഉണ്ട്. അതുകൂടാതെ ഈ ക്ലേസിസ് ലൈഫ് സ്റ്റൈൽ ഈ കൺസ്ട്രക്ഷനിൽ തന്നെ നമ്മുടെ എല്ലാ ടെക്നിക്കൽ വർക്ക് ഇൻഹൗസ് ആണ്, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല. കാരണം ഇത്രയും ടെക്നിക്കൽ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ എഗെയിൻ ഞാൻ എക്സാമ്പിൾ പറയാം, ഈ മാരുതിയുടെയും മോഡേൺ കാർസിൻ്റെ അംബാസിഡർ ഫിയറ്റ്, നമ്മൾ അംബാസിഡർ ഫിയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റോഡ് സൈഡ് മെക്കാനിക്കിൻ്റെ അവിടെയാണ്. പക്ഷേ നമ്മൾ മാരുതി മെയിൻറ്റെയിൻ ചെയ്യുന്ന എവിടെയാണ്? മാരുതി ഡീലറിൻ്റെ അവിടെ പോകും. പക്ഷേ ഇന്നത്തെ കാലത്ത് ബിൽഡേഴ്സ് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അവരൊരു കെട്ടിടം ഉണ്ടാക്കുന്ന ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവരെ വിളിച്ചാൽ അവരെല്ലാം സബ് കോൺട്രാക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആഫ്റ്റർ സെയിൽ സപ്പോർട്ടും കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ഇൻഹൗസ് തന്നെ ടെക്നിക്കൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ട്രാറ്റജി മൊത്തം ഇൻഹൗസ് തന്നെ ഈ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വീട് ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസും സപ്പോർട്ടും ഈ കാറിൻ്റെ ഡീലർമാർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനൊരു വീട് പലർക്കും പണിയാനായിട്ടൊരു ടെൻഷൻ എന്താ അറിയോ? ഇതൊരു പഞ്ചവത്സര പദ്ധതിയായിട്ട് പോകുമെന്നുള്ള ടെൻഷനാണ് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ എത്ര ടൈമിനുള്ളിൽ നമുക്കത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ മെയിനായിട്ട് ഡിസൈനും അപ്രൂവൽസ് എല്ലാം കിട്ടിയാൽ, ഇപ്പോൾ ഈ വിൻസിൻ്റെ വീട് നിങ്ങൾ കാണുന്നത് നമ്മൾ 8 മാസം കൊണ്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. 8 മാസം കൊണ്ട് തീർത്തു? ബിക്കോസ് നമുക്ക് ഇൻഹൗസ് ടീം ആയതുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ ഒക്കും. നമ്മളിതെല്ലാം സബ് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈ സബ് കോൺട്രാക്ടിൻ്റെ സ്കെഡ്യൂളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ഇത് ഇൻഹൗസ് ആയതുകൊണ്ട് നമുക്ക് ഒരു സ്കെഡ്യൂൾ, ഒരു പ്രൊജക്ട് പ്ലാൻ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതുകൊണ്ടാണ് 8 മാസം കൊണ്ട് ഇത് തീർക്കാനായിട്ട് പറ്റിയത്. യെസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത്. പലർക്കും ഇത് വിശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് അല്ല. പക്ഷെ നമ്മളിത് കണ്ടു, പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഇത് നമ്മളൊരു വ്ളോഗായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലുള്ള കമ്പനി, ഇപ്പോൾ നമ്മുടെ വിൻസാറിൻ്റെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഈ ഒരു വ്ളോഗ് തന്നെ ഈ ഒരു കോവിഡിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും 8 മാസം കൊണ്ടാണ് ഈ കമ്പനി ഇത് എല്ലാം തീർത്ത് ഇവർക്ക് ഡെലിവറി ചെയ്തത്. അപ്പോൾ പലരും വീട് വയ്ക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നമാണ് ഇത് 2 വർഷം എടുക്കും, 2.5 വർഷം എടുക്കും, പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ അവർക്കത് തീർക്കാൻ പറ്റും. അപ്പം നമ്മുടെ വിനോദ് സാറ് പറഞ്ഞ പോലെ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വീടുകളുടെ വർക്കുകൾ ഒത്തിരി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം, എന്നെ വിളിക്കാം, ഞാൻ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് അവരെ വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കാം. അപ്പം താങ്ക് യു സർ. നമ്മളുടെ സാറ് ഒത്തിരി തിരക്കുള്ള ഒരാളാണെന്ന് അറിയാം, എന്നാലും നമ്മൾ വിളിച്ചപ്പോൾ സാറ് വന്നു. ഈ ഒരു ടെക്നോളജി കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നു. അപ്പോൾ അതിന് ഒത്തിരി താങ്ക്സ്. ഇനിയും ഇതുപോലത്തെ കുറേ യുണീക്കായിട്ടുള്ള, സാധാരണ നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ, അപ്പോൾ യുണീക്കായിട്ടുള്ള ഒത്തിരി നല്ല അപ്പാർട്ട്മെൻറ്റ്സും വില്ലകളും എല്ലാം സാറ് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് നിമ്മി. ഐ മീൻ ഈ ഒരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ വി ഹവ് ഡെലിവേർഡ് ദീസ് പ്രോജക്ട്സ്. സോ ഐ തിങ്ക് ഇപ്പോൾ ആൾക്കാർക്കൊരു വിശ്വസിക്കാൻ ഒക്കുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് 2012 തുടങ്ങുമ്പോൾ there was always a hesitancy, ഇത് എന്താണ് ഈ നമ്മുടെ നാട്ടിൽ ഇത് നടക്കുമോ ഇല്ലയോ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത റിസൾട്ട്സ് കാണുമ്പോൾ people are more confident. So thank you so much for adding me to this vlog. Thank you sir. Thank you.